കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാം കാണുന്ന ലോകം മുഴുവൻ ദൈവം തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചതാണെന്ന് നാം വായിക്കുന്നു. മനുഷ്യർ പലപ്പോഴും ചിന്തിക്കും, മനുഷ്യൻ എങ്ങനെയായി തീരേണ്ടത്, അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയായി തീരണം എന്നുള്ളതിൻ്റെ റോൾ മോഡലാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ തന്നെ മനുഷ്യൻ ചോദിക്കും, ദൈവം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതും വെളിപ്പെട്ടത് യേശുവിലാണ്. അതെ, ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ഒരാളിൽ സമ്മേളിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ് യേശു. മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ചോദിച്ചാൽ അതാണ് കർത്താവായ യേശു ക്രിസ്തു. നാം അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ യേശു നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ പോയ ശേഷം ചെയ്യും. അഥവാ പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിവർത്തിച്ച സർവ്വവേലയും പ്രവൃത്തിയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും എന്നാണ് വെളിപ്പെടുത്തിയത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ടാണ് യേശു പൂർണ്ണമായും ദൈവമായിരുന്നിട്ടും തൻ്റെ ദൈവത്തോടുള്ള സമത്വം അവിടെ സ്വർഗത്തിൽ വെച്ചിട്ട് മുറുകെ പിടിക്കാതെ ആ സമത്വം ഉരിഞ്ഞു വെച്ചിട്ട് ദാസനായി മനുഷ്യരൂപത്തിൽ ലോകത്ത് വന്നിട്ട് താൻ യോർദാനിൽ സ്നാനപ്പെട്ടു. തുടർന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞ് ആത്മാവിൻ്റെ ശക്തിയോടെ താൻ ഗലീലയിൽ മടങ്ങിച്ചെന്നപ്പോൾ ഭൂതങ്ങൾ തന്നെ കണ്ടപ്പോൾ അലറി ഓടി. താൻ തൊട്ടപ്പോൾ രോഗികൾ സൗഖ്യമായി, അത്ഭുതങ്ങൾ നടന്നു. ആ യേശു പറഞ്ഞു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരികയില്ല. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. യേശുവിനെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. സ്വർഗം ഭൂമിയിൽ വെളിപ്പെടുത്താനാണ് യേശു വന്നത്. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു വന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും കർത്താവിൽ വിശ്വസിച്ചവരെയും ഈ ഭൂമിയിൽ വിട്ടിരിക്കുന്നത് ഓരോ യേശുമാരായിട്ടാണ്. ക്രിസ്തുവിന് പകരമാണ് ഞാൻ നിൽക്കുന്നതെന്ന് പൗലൂസ് പറയുന്നു. ഇന്നെ കേൾക്കുന്ന പലരും ചിന്തിച്ചേക്കാം, എന്നെയും അങ്ങനെ ഒരു ഉന്നത വിളിയാണോ? നിശ്ചയമായിട്ടും അതെ. ഇഫ് യു ആർ ബിലീവിങ് ഓൺ ദ ലോർഡ് ജീസസ്, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ളൊരു വിളിയാണ് നിങ്ങളുടെയും മേൽ കർത്താവ് വച്ചിരിക്കുന്നത്. ഇന്നത്തെ സന്ദേശം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ നിലയിലുള്ള ഒരു ദൈവിക നിലവാരത്തിലേക്ക് ഉയരുവാൻ ഇടയാക്കും, വളർച്ചയിലേക്ക് ഉയരുവാൻ ഇടയാക്കുമെന്ന് പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ നാം. ദൈവവചനത്തിലെ എത്ര വചനം ഏറ്റെടുത്താലും അവിടെ എല്ലാം സമൃദ്ധിയുടെയും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ. യെശയ്യാ 61 അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ യേശു ലൂക്കോസ് 4:18 ഉച്ചരിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭമാണ്. എല്ലാ ആഴ്ചയും താൻ ദേവാലയത്തിൽ ശബ്ബത്ത് നാളിൽ വന്ന് അവിടെ വായിക്കപ്പെടുന്ന ആ അധ്യായത്തിൽ അന്നത്തെ ദിവസം യേശു വായിക്കാൻ തുടങ്ങിയത് യെശയ്യാ 61 ആയിരുന്നു. യെശയ്യാ 61 താൻ തൻ്റെ ദൗത്യം വായിച്ച് തുടങ്ങുമ്പോൾ താൻ അവിടെ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: അങ്ങനെ ദൈവത്തിൻ്റെ പ്രസാദകരമായ വർഷം ഘോഷിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ വാക്യം വേണമെങ്കിൽ തുടർന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രതികാര ദിവസം എഴുതിയിട്ടുണ്ട്. എന്നാൽ പ്രതികാര ദിവസം ഒഴിവാക്കിക്കൊണ്ട് പ്രസാദകരമായ വർഷം പറഞ്ഞ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ കേൾക്കയിൽ, ഇന്ന് നിങ്ങളുടെ ഈ കേൾട്ടതോടെ ഇത് നിവൃത്തിയായിരിക്കുന്നു. അഥവാ താൻ ഇവിടെ വന്നിരിക്കുന്നത് ബദ്ധന്മാരെ വിടുവിക്കുവാൻ, കുരുട് കണ്ണുകളെ തുറക്കുവാൻ, ഹല്ലേലൂയ, ടു സെറ്റ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ.
ആ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, പിതാവ് എന്നെ എങ്ങനെയാണോ അയച്ചത് അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ അയക്കുന്നു. ഇന്നിവിടെ ആയിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലാണോ, യേശുവിൻ്റെ അതേ ദൗത്യത്തിലാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. സഭ എന്ന് പറഞ്ഞ് നമ്മൾ ഞായറാഴ്ച ദിവസം കൂടുന്ന ഒരു ചടങ്ങിന് വേണ്ടി വരുന്ന ഒരു കൂട്ടമല്ല, മറിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണോ, യേശു എങ്ങനെയാണോ ഈ ഭൂമിയിൽ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനായി ഐക്യപ്പെട്ട് അതേ ഐക്യപ്പെട്ടവളായി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ശക്തിയെ പ്രദർശിപ്പിക്കുന്നവരാ ഒരു വിശ്വാസി. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെ അനുഗ്രഹത്തിലേക്ക് നടത്തപ്പെടുവാൻ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ അനുഗ്രഹവും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനിൽ കർത്താവുമായിട്ട് പങ്കാളികളായി എന്നേക്കുമായി വാഴുവാനായിട്ടുള്ള ആ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവരാണ്. യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഏറ്റവും ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, 700 കോടി ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നും നിങ്ങളുടെ പേര് വിളിച്ച് വേർതിരിച്ച് തനിക്ക് വേണ്ടി സ്വന്തം ജനമാക്കി തീർത്ത ആ കർത്താവിനെ ഒന്ന് നന്ദി പറഞ്ഞേ. ആ കരങ്ങളെല്ലാം ഉയർത്തി നന്ദി പറഞ്ഞേ. കർത്താവിനോട് പറഞ്ഞേ, നന്ദി കർത്താവേ, എന്നെയും തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. എത്രയോ പേരുണ്ടായിരുന്നു, എത്ര മിടുക്കന്മാരുണ്ടായിരുന്നു, സൗന്ദര്യമുള്ളവരുണ്ടായിരുന്നു, നമ്മുടെ തൊട്ട അയലോക്കംകാർ എത്ര പേരുണ്ടായിരുന്നു, വേണ്ട നമ്മുടെ കുടുംബത്തിൽ എത്രയോ പേരുണ്ടായിരുന്നു. അവരെ ഒന്നും വിളിക്കാതെ നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്തതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് പലർക്കും ഭോഷത്വം എന്ന് തോന്നിയേക്കാം, പക്ഷേ ബുദ്ധിമാൻ്റെ മാർഗമാണ്. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ മാർഗമാണ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാർഗമാണ്. ശീമോൻ പത്രോസേ, നീ ഭാഗ്യവാൻ എന്ന് കർത്താവ് വിളിച്ചത് അത് ക്രിസ്തു എന്ന്, യേശുവിനെ ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കപ്പെടുക. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. അതിനുശേഷം താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. പറഞ്ഞാട്ടെ, ഫലം കായ്ക്കും, ഫലം നിലനിൽക്കും. ഹല്ലേലൂയ. അഥവാ യേശു ക്രിസ്തുവിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം ഉയർച്ച തന്നെ, ആ താഴ്ചയല്ല. പിന്നെ പുറോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ദൈവവചനത്തിലെ എഫെസ്യർക്കെഴുതിയ ലേഖനം ഇങ്ങനെയാണ് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും, ശക്തിയുള്ള തൻ്റെ മക്കളെ, ആരോഗ്യമുള്ള മക്കളെ ആഗ്രഹിക്കുന്നതാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, ആൻഡ് ഹി വാസ് ഡിക്ലെയർഡ് ദ സൺ വിത്ത് പവർ by the spirit of holiness that was upon him. Hallelujah. Concerning his son Jesus Christ our Lord, who was born of the seed of David according to flesh, and declared to be the son of God with power. Declared to be the son of God with power. ഇവിടെ ഇരിക്കുന്നവർ എത്ര പേരുണ്ട് ദൈവമക്കള്? ഹല്ലേലൂയ. നിങ്ങളെ ദൈവ മക്കളാണ് അറ്റസ്റ്റ് ചെയ്യുന്നത്. ദൈവം എങ്ങനെയാണ്? വിത്ത് പവർ, ദൈവശക്തി നിറഞ്ഞവരായി. അതുവാ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും റോഡിൽ ഇറങ്ങിപ്പോകുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളെ തിരിച്ചറിയുന്ന ദൈവമക്കളെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെ? കയ്യിലിരിക്കുന്ന ബൈബിൾ കൊണ്ടല്ല, പോകുന്നിടത്തെല്ലാം ശക്തി പ്രദർശിപ്പിക്കുന്നവരായി തീരണം. They was declared the son of God by power. ദൈവശക്തിയാൽ താൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെ പറയുന്നു, ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ അറ്റസ്റ്റ് ചെയ്തത്, അതുവാ നമ്മൾ ഒറിജിനൽ കോപ്പി എന്ന് അറ്റസ്റ്റ് ചെയ്യാറുണ്ട്. സാധാരണഗതി SSLC ബുക്ക് അതേ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഏതെങ്കിലും ഓഫീസിൽ കൊടുക്കുമ്പോൾ അറ്റസ്റ്റ് ചെയ്യാറുണ്ട്. എന്താ അറ്റസ്റ്റ് ചെയ്യുന്നത്? അത് ഞാൻ അതിൻ്റെ ഒറിജിനൽ കണ്ടു, ഒറിജിനലിന് തുല്യമാണ് ഈ അറ്റസ്റ്റഡ് കോപ്പി. ദൈവവചനത്തിൽ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു ക്രിസ്തുവിനെ ദൈവം അറ്റസ്റ്റ് ചെയ്തു. എന്താ അറ്റസ്റ്റ് ചെയ്തത്? ഇവൻ ദൈവം തന്നെ, ഇവൻ എൻ്റെ പുത്രനാണ്, ദൈവം തന്നെ എന്ന് എങ്ങനെ അറ്റസ്റ്റ് ചെയ്തു? അത്ഭുതങ്ങളും അടയാളങ്ങളാൽ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും ദൈവത്തിന് അറ്റസ്റ്റ് ചെയ്യാനുണ്ട്. അറ്റസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ? ടു ഡിക്ലെയർ ദാറ്റ് ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ് ബൈ പവർ. ബൈ പവർ പറഞ്ഞാട്ട് ദൈവശക്തിയാൽ. എത്ര പേർ പറയുന്നു, എനിക്ക് ആ ശക്തി നിറഞ്ഞ മന്ദിരങ്ങളായി തീരണം? ദൈവ മഹത്വത്തെ വഹിച്ച് നടക്കുന്നവർ. ഹല്ലേലൂയ. കരഞ്ഞുകൂയി വിടുതൽ വിടുതൽ എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല. ആദ്യത്തെ പടി കൊള്ളാം, വിടുതലിന് വേണ്ടി വരുന്നു, നല്ലത്. പക്ഷെ നിങ്ങൾ വിടുവിക്കുന്നവരായി തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വേദഭാഗം മലയാളത്തിൽ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 3-4. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ
വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കും. കണ്ടിന്യൂഡ് പവർ ആൻഡ് കണ്ടിന്യൂഡ് ബ്ലെസ്സിങ്സ്. കർത്താവിൻ്റെ ആഗ്രഹം ശക്തിയുള്ള ദൈവമക്കൾ, തൻ്റെ മക്കൾ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ദൈവവചനത്തിൽ പറയാം, യേശുവിനെ ദൈവം ഡിക്ലെയർഡ് ഹിം ആസ് ഹിസ് സൺ വിത്ത് പവർ ബൈ ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് അപ്പോൺ ഹിം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കണം, വിടുതൽ നിലനിൽക്കണം, ഉയർച്ച തന്നെ പ്രാപിക്കണം. തിരിഞ്ഞ് നോക്കാത്തതുപോലെ എപ്പോഴും അനുഗ്രഹത്തിൽ തന്നെ നടത്തണം. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കരുത് യേശുവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല, ഒരു പ്രശ്നവും വരത്തില്ല. ഇല്ല, പ്രശ്നങ്ങൾ പ്രയാസങ്ങളെല്ലാം സാധാരണഗതിയിൽ ലോകത്തിൽ വരുന്ന പോലെ തന്നെ ദൈവമക്കൾക്കെതിരെയും ഉണ്ട്. പക്ഷേ ദൈവമക്കൾ അതിൻ്റെ മീതെ കൂടെ നടന്ന് അതിനെ ജയിക്കുന്നവരാ. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. 2-3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ജയിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജയത്തിൻ്റെ ആഘോഷമാണ് ഞങ്ങളുടെ ജീവിതം. എല്ലായിടത്തും ഇപ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വിടുതൽ സംഭവിക്കുകയും വിടുതൽ നിലനിൽക്കുകയും ചെയ്യുന്നത് എങ്ങനെ? ഒന്ന്, ഒരു വ്യക്തി യേശുവിൽ വന്നാൽ ഹല്ലേലൂയ, ഹി ഷുഡ് ഡിക്ലെയർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു തൻ്റെ കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. നിങ്ങൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ഇത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഹൃദയത്തിൽ ചോദിച്ചേക്കാം. എന്നാൽ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ആദ്യത്തെ പടി കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വാഴ്ചയുള്ള ജീവിതത്തിലേക്ക് നടത്തപ്പെടുവാനുള്ള ആദ്യത്തെ പടി എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് യേശു ആണെന്ന് അത് ഘോഷിക്കുകയും ഹൃദയത്തിൽ അത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യണം. ഒരു ചെറിയ സൗഖ്യത്തിന് വന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നത് അവരെക്കുറിച്ചല്ല പറയുന്നത്. നിലനിൽക്കുന്ന അനുഗ്രഹവും തലമുറയ്ക്കുള്ള ഉയർച്ചയ്ക്കും അവരെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. When I declare the lordship of Jesus Christ, യേശുവിൻ്റെ കർത്തൃത്വത്തെ ഞാൻ വിളിച്ചു പറയുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. വെളിച്ചം വീശി അന്ധകാരത്തിൻ്റെ ഒരു ശക്തിക്കോ അന്ധകാരത്തിൻ്റെ ഒരു പ്രവർത്തിക്കോ എൻ്റെയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ ഒരു സമ്പത്തിനെയോ തൊടുവാൻ സാധിക്കാത്ത വിധം യേശു കർത്തൃത്വം ഏറ്റെടുക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. Declaring the lordship of Jesus. ഓരോ ദിവസവും ഓരോ നേരത്തും എൻ്റെ കർത്താവ് യേശുവാ. ഹല്ലേലൂയ. എത്ര പേര് പറയും എൻ്റെ കർത്താവ് യേശുവാ? ഹല്ലേലൂയ. യേശു ക്രിസ്തു കർത്തൃത്വം ഏറ്റെടുക്കുമ്പോൾ ബാക്കി സകലത്തിൻ്റെ പ്രസക്തി പോയി, നിർജീവമായ പ്രവർത്തികളുടെ പ്രസക്തി പോയി. ഒരുവൻ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിച്ചാൽ യേശു പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ നടക്കുവാൻ താൻ ബാധ്യസ്ഥനാ. കുഞ്ഞിലെ മുതൽ നമ്മൾ കേട്ടു വരുന്ന പല കാര്യങ്ങളും അതിനെ തമാശയായി എടുത്തു കളയാറുണ്ട്. ഇന്ന് നമ്മൾ പലരെ കാണുമ്പോൾ വളരെ സന്തോഷമായി, എത്ര നാളായി സഹോദര കണ്ടിട്ടെന്ന് പറയുമ്പോഴും ഉള്ളിൽ അതിൻ്റെ അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മുടെ സ്വന്തം വാക്കുകൾക്ക് വിലയില്ലാതെ നമ്മൾ സ്വന്തം വാക്കുകൾ പലതും പറയുമ്പോൾ വെറും മോടിയായിട്ട് പറയുമ്പോൾ ദൈവവചനം വായിക്കുമ്പോഴും അതുപോലെ തന്നെ എടുക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കാം, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും ഒരു മനുഷ്യൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞതാകയാൽ വള്ളിയും പുള്ളിയും അതിൽ നിന്നും മാറിപ്പോകത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവ് യേശു എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ മനുഷ്യനെ ബോധിപ്പിക്കുന്നതല്ല, 24 മണിക്കൂറും യേശുവിൻ്റെ കർത്തൃത്വത്തിൽ നിൽക്കണം. ദൈവഭയം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മൾ വന്നിരിക്കുന്നത് ഇളകുന്ന രാജ്യമല്ല, ഇളകാത്ത രാജ്യം പ്രാപിച്ചിരിക്കുന്നവരാൽ കുലുങ്ങാൻ സമ്മതിക്കാത്ത രാജാവ് യേശു നമ്മുടെ രാജാവാകിയാൽ ഇവിടെ അടിവരയിട്ട് പറയാം, നിന്റെ തലയിലെ രോമം പോലും വീഴാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. നിന്റെ കാൽ കല്ലിന്മേൽ തട്ടാതിരിപ്പാൻ ദൂതന്മാരെ കൽപ്പിച്ചയക്കുമെന്ന് പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, ഒരായുധവും നിനക്ക് ഫലിക്കത്തില്ല. നിന്റെ ഓരോ പടിയും ഉയർച്ച തന്നെ, താഴ്ച വരത്തേ ഇല്ല. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവായിരിക്കുന്ന ഒരൊറ്റ വ്യക്തി അടിവരയിട്ട് ഞാൻ പറയാം, ഒരൊറ്റ വ്യക്തി തകർന്നു പോകത്തില്ല.
ഹല്ലേലൂയ. ആരാ തകർന്നു പോകുന്നത്? മണലിൽ മേൽ ഭവനം പണിയുന്ന വ്യക്തിയാ തകർന്നു പോകുന്നത്. വികാരത്തിന് മേൽ സ്വന്തം ആലോചന പ്രകാരം നടക്കുന്നവർ അവരാ തകർന്നു വീഴുന്നത്. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വാക്ക് കേട്ട് ആരെങ്കിലും അവരുടെ ഭവനം പണിതാൽ അത് പാറയിന്മേൽ പണിത ഭവനം എന്ന പോലെ കാറ്റ് വീശി, കൊടും കാറ്റ് വീശി, എന്നാൽ ആ ഭവനത്തിന് ഒന്നും സംഭവിച്ചില്ല. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഭയത്തോടെയാണോ ഇരിക്കുന്നത്? ഭയമാണോ നിങ്ങളെ ഭരിക്കുന്നത്? ഇന്നത് സംഭവിക്കും, അങ്ങനെ സംഭവിച്ചേക്കാം. പിശാച് ഓരോ ആലോചന ഇട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുക, നിന്റെ തലമുറയ്ക്ക് എന്താകും എന്നൊക്കെ പേടിപ്പിച്ച് ആരെങ്കിലും ഭയത്തിന് കീഴിയായി ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നെങ്കിൽ വിളിച്ചു പറ, യേശുവാ എൻ്റെ കർത്താവ്, യേശുവാ എൻ്റെ കർത്താവ്, എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് യേശുവാ. വിളിച്ചു പറ, ശബ്ദമുയർത്തി, എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് യേശുവാ. എൻ്റെ സമ്പത്തിന്റെ കർത്താവ് യേശുവാ. എൻ്റെ ആരോഗ്യത്തിന്റെ കർത്താവ് യേശുവാ. എൻ്റെ കുഞ്ഞുങ്ങളുടെ കർത്താവ് യേശുവാ. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുന്ന യേശു പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാ, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാഞ്ഞാൽ. യേശു കർത്താവായി കഴിഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും എനിക്ക് വിചാരമില്ല. എൻ്റെ നടപ്പ്, ഓരോ നടപ്പും യേശുവിനെ അനുസരണത്തിനായിരിക്കണം. അതാ വിശുദ്ധ ജീവിതം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്നവൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി, ദൈവജനത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇനിയും ദൈവത്തിൻ്റെ മന്ദിരമെന്നും വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടവരെന്ന് അറിയുന്നില്ലയോ? God wants you and me to live in a realm of holiness that He desires. എൻ്റെ ജീവിതത്തിലെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് കർത്താവ് എന്ത് പറയുന്നോ അത് ഞാൻ അനുസരിക്കാൻ ഒരുക്കമാ. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാഞ്ഞാൽ എൻ്റെ പിതാവും നിങ്ങളോട് ക്ഷമിക്കത്തില്ല. വെറും 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 നിസ്സാരമായി നമ്മൾ അതിനെ എഴുതി കളയാറുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ കയ്പും പകയും പിണക്കവും എല്ലാം വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. That forgiveness, lack of forgiveness is such a danger. നമ്മുടെ ഉള്ളിൽ പലതും പഴയതൊക്കെ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത നമ്മുടെ അകത്തിങ്ങനെ കയ്പ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക് അതുപോലെ അനുസരിക്കണം. അതുപോലെ അനുസരിക്കുവാനാ പരിശുദ്ധാത്മാവിനെ കർത്താവ് ദാനമായി തന്നിരിക്കുന്നേ. ചേർന്ന കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യേശു ക്രിസ്തു എൻ്റെ കർത്താവ്, യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാ. യേശു എൻ്റെ കർത്താവായിരിക്കുമ്പോൾ ഞാൻ ഇനിയും പൂർണ്ണ കർത്തൃത്വം കർത്താവിന് കൊടുത്തിരിക്കുവാണെങ്കിൽ ഞാൻ കർത്താവ് പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകളിൽ അതേ വചനത്തിൽ ജീവിക്കണം. അതിനുള്ള വാഞ്ച അകത്തുണ്ടായിരിക്കണം. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ വെറും ദാഹമല്ല, അനുസരിക്കാനുള്ള മനസ്സുള്ളവർ. അനുസരണം, ടോട്ടൽ ഒബീഡിയൻസ് ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. എങ്ങനെയും ഈ ലോകത്തിൽ എങ്ങനെയും തട്ടിമുട്ടി ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഗുഡ് ഫോർ യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കാം. പക്ഷെ അല്ല, എനിക്ക് ഈ ലോകത്തിലെ സകല കുടുംബത്തിനും ഞാനൊരു അനുഗ്രഹമായി തീരണം. ലോകം അറിയണം ഞാൻ ദൈവ പൈതലാണ്, എനിക്ക് ഉയർച്ച തന്നെ എന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നവരാണോ ഇന്ന് പകൽ സമർപ്പിച്ചാൽ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവായി ജീവിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ഓരോ വാക്കുകളും എൻ്റെ സ്വന്തമായി തീരും. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, ഒരു തളർവാദി താൻ 38 വർഷമായി ഒരു കൊളക്കടവിൽ കിടക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്തുകൊണ്ടാണ് താൻ 38 വർഷം ആ കൊളക്കടവിൽ കിടന്നതിൻ്റെ കാരണം? പലപ്പോഴും നമുക്ക് വിചാരം വരും, ഈ പാവം എത്ര വർഷമായി നിസ്സഹായമാണ് കിടക്കുന്നത്. അവിടെ കിടക്കാനുള്ള ഒരു കാരണമുണ്ട്. തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും നേരോടെ നിൽക്കാൻ റെഡി ആയിട്ടില്ല. താൻ എന്തൊരു അവസരം വന്നാലും അതിനെ വേറെ ആരുടെയെങ്കിലും പുറത്ത് പഴിച്ചാരും. എൻ്റെ ജീവിതത്തിലെ എൻ്റെ കാര്യങ്ങൾ ഞാൻ കർത്താവിനോട് പറഞ്ഞ് കർത്താവിനോട് നിരപ്പോടെ ജീവിക്കണം. പൗലോസ് ഇത്രയും വലിയൊരു അപ്പോസ്തലൻ ഇങ്ങനെയാ പറയുന്നത്, ഐ ഡൈ ഡെയിലി, ദിനംതോറും എൻ്റെ ജഡത്തെ ഞാൻ മരവിക്കുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ ജഡം പൊങ്ങുന്നുണ്ട്.
എനിക്ക് പല വിചാരങ്ങൾ വരുന്നുണ്ട്, പക്ഷേ അതിനെ ഞാൻ ക്രിസ്തുയേശുവിനോടുള്ള അനുസരണത്താൽ ഇടിക്കുന്നു. അതാ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഞാൻ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡപ്രകാരം ഞാൻ യുദ്ധം പോര് ചെയ്തില്ല. സകല കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ഹല്ലേലൂയ ആയുധം എൻ്റെ കയ്യിലുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ എൻ്റെ ഉള്ളിലെ ജഡം പൊങ്ങുമ്പോൾ അതിനെ ഞാൻ ഇടിച്ച് ക്രിസ്തുയേശുവിനോടുള്ള അനുസരണത്താൽ നടക്കും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ ഉയർത്തി അന്യ ഭാഷയിൽ സ്തുതിച്ച്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഒരൊറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് പൂർണ്ണ പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനകൾ ഒന്ന് പഠിച്ചു നോക്കണം. പ്രത്യേകിച്ച് പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഈ ലേഖനങ്ങളിൽ പൗലോസിൻ്റെ മനോഹരമായ പ്രാർത്ഥനകളുണ്ട്. ഈ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ 3-ലും 1-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കിയാൽ പ്രാർത്ഥനകൾ കാണാം. എഫേസ്യ ലേഖനത്തിൽ മാത്രം 3-ാം അധ്യായത്തിലുമുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം നോക്കിയാൽ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പുതുതായിട്ടൊന്നും കിട്ടാനേ പ്രാർത്ഥിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ വീണ്ടും ജനിച്ച് വന്ന ക്രിസ്തുവിൽ അവരാരാ, അവരുടെ അവകാശം എന്താ, അവർക്ക് ദൈവത്തിൻ്റെ നിറവിനോളം നിറയുവാൻ ഉള്ള വിളിയാണ് ലഭിച്ചിരിക്കുന്നത്. പൂർണ്ണ പ്രസാദത്തിനായി അവർ തികവുള്ളവരാണ്. അതാ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കേട്ടത്. ദൈവത്തെ സമ്പൂർണ്ണമായി പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കഴിവുകൊണ്ടല്ല, പരിശുദ്ധാത്മാവിനാൽ. പഴയ നിയമകാലത്ത്, ന്യായപ്രമാണ കാലത്ത് അത് ചെയ്യുന്ന മനുഷ്യന് അതിനാൽ ജീവിക്കുക. സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം പരിശ്രമം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമമാണ്. അത് പരാജയപ്പെട്ടു. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കും. ഇന്നെന്നെ കേൾക്കുന്നൊരു വ്യക്തി, എങ്ങനെ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? ദൈവത്തെ പ്രസാദിപ്പിച്ച് അനുഗ്രഹം നേടാൻ എനിക്ക് എങ്ങനെ കഴിയും? ഞാൻ ഒരു വലിയ സത്യം പറയട്ടെ, നിങ്ങളെ കൊണ്ട് കഴിയില്ല. മദ്യപാനം നിർത്താനുള്ള കഴിവ് നിങ്ങൾക്കില്ല. നല്ല ഒരു ജീവിതം നയിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. അതില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപം മുഴുവൻ ഏറ്റെടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തു. തന്നിൽ വിശ്വസിക്കുന്നവരുടെ മേൽ നമ്മളെ നല്ല വഴിയിൽ സകല സത്യത്തിലും നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിനെ തന്ന് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നമ്മളെ കൊണ്ട് നിവർത്തിപ്പാൻ കർത്താവ് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം അവിടുന്ന് ചെയ്യും. നമ്മളൊന്ന് ആശ്രയിച്ചാൽ മതി. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക്, ദൈവപ്രസാദമുള്ളൊരു ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളതിനു വേണ്ടി നേർച്ചകൾ നേരണ്ട, കാഴ്ച അർപ്പിക്കേണ്ട, ഒരു തീർത്ഥാടനവും ചെയ്യണ്ട. ജസ്റ്റ് ബിലീവ് ഓൺ ജീസസ്. യേശുവേ, എൻ്റെ ഉള്ളിലൊന്ന് വരണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലൊന്ന് തരണമേ. എനിക്ക് നന്നാകാൻ സാധിക്കുന്നില്ല, എനിക്കൊന്ന് രക്ഷിക്കപ്പെടണം, എനിക്കൊന്ന് മാനസാന്തരപ്പെടണം, എനിക്കൊരു ദൈവ പൈതലായി തീരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ക്രൈസ്തവ സഭയുടെ അംഗമാകേണ്ട ആവശ്യമില്ല. യേശു ഹൃദയത്തിൽ വന്നാൽ മതി. ജസ്റ്റ് ഓപ്പൺ യുവർ ഹാർട്ട്സ്. ഹൃദയമൊന്ന് തുറന്ന് യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ നിമിഷം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ, ദൈവത്തിൻ്റെ അരൂപി നിങ്ങളുടെ മേൽ വന്നിട്ട് ഇന്നു മുതൽ നിങ്ങൾ ആ പരിശുദ്ധാത്മാവ് നടത്തുന്ന നല്ല വഴിയിലായിരിക്കും. ആ പരിശുദ്ധാത്മാവ് നടത്തുന്ന നല്ല വഴിയെ നമ്മൾ പോയാൽ, നല്ല ഇടയൻ കൊണ്ടുപോകുന്ന വഴിയെ നമ്മൾ പോയാൽ നമ്മളെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടക്കും. നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. കർത്താവിൻ്റെ വഴിയിൽ നമ്മൾ നടന്നാൽ എങ്ങനെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും? എങ്ങനെ നമുക്ക് ശാപമുണ്ടാകും? എങ്ങനെ നമുക്ക് ശൂന്യതയുണ്ടാകും? ഇല്ല. കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന ആടുകൾ തിന്ന് തൃപ്തരായ എല്ലായിടത്തും അനുഗ്രഹം അവർക്ക്. അത് നമുക്ക് കഴിവില്ല, പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടും. ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ന് ഈ സന്ദേശം കേട്ട എല്ലാവരും യേശുവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലുള്ള, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലുള്ള ഒരു പുതിയ ജീവിതം നയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ക്രിസ്തുവിന് പകരം ഞങ്ങളെ ഈ ലോകത്താക്കി ആ യേശു നടന്നതുപോലെ നടക്കുവാൻ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, ആ പ്രസാദകരമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ വിളിച്ചിരിക്കുകയാണല്ലോ പിതാവേ. ഇന്ന് ഈ സന്ദേശം കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ യേശുവുമായി ഒരു പുതിയ ബന്ധത്തിലേക്ക് വരുവാൻ അവരെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിനെ തൊട്ട് രുചിച്ചറിയുന്ന ഒരു അനുഭവം കൊടുക്കണമേ. പുതിയൊരു ജീവിതം കർത്താവെ, മദ്യപാനം മാറ്റി, ലോകത്തെ വഴികൾ മാറ്റി, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റി, പാപം വിട്ടകന്ന് ഒരു പുതിയ ജീവിതം നയിപ്പാൻ മക്കളെ സഹായിക്കണം. യേശുവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ ജയകരമായ ജീവിതം നയിപ്പാൻ അവരെ കർത്താവ് ഒരുക്കണമേ. അനുഗ്രഹിക്കുക.
അപ്പോൾ തന്നെ കർത്താവ് ശാരീരിക പ്രയാസത്തിൽ മറ്റ് പല പ്രയാസങ്ങളിൽ ഭാരത്തിലിരിക്കുന്നവർ ഈ സന്ദേശം കേട്ടല്ലോ. ഈ നിമിഷം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ശരീരം മുഴുവൻ ഈ പൊള്ളുന്ന പോലെയുള്ള ഒരു തോന്നൽ, പുകച്ചിൽ, ശരീരം മുഴുവൻ നാളുകളായിട്ട് അനുഭവിക്കുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ സ്കിൻ പ്രോബ്ലം ഈ നിമിഷം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ അത്ഭുതകരമായി ഇവിടുന്ന് വിടുവിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമ്മൾ വീണ്ടും കാണും വരെയും കർത്താവ് തൻ്റെ സ്നേഹത്തിൽ നമ്മളെ പൊതിയട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പെരുമ്പാവൂരിൽ സെപ്റ്റംബർ 13 ശനി. ശുശ്രൂഷൽ രാവിലെ 10 ഫാസ് ഓഡിറ്റോറിയം, കോടതിക്ക് സമീപം. തോമസൂടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും വണ്ണപ്പുറത്ത് സെപ്റ്റംബർ 20 ശനി. ശ്രീനാരായണ ഓഡിറ്റോറിയം. ശുശ്രൂഷൽ രാവിലെ 10 തോമസൂട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒട്ടേറെ സവിശേഷതകളുമായി സ്വർഗീയ വിരുന്നിന്റെ നവീകരിച്ച വെബ്സൈറ്റ് theheavenlyfeast.org ഇപ്പോൾ തന്നെ ലോഗോൺ ചെയ്യുക. ഏറ്റവും പുതിയ ടെലിവിഷൻ എപ്പിസോഡുകൾ, ഞായർ ശുശ്രൂഷയുടെ മുഴുനീള ഓഡിയോ, 100 കണക്കിന് സന്ദേശങ്ങളുടെ വീഡിയോ ഓഡിയോ ശേഖരം, തങ്കു ബ്രദറിന്റെയും തോമസൂട്ടി ബ്രദറിന്റെയും ബ്ലോഗുകൾ, ലോകമെമ്പാടുമുള്ള സ്വർഗീയ വിരുന്ന പ്രവർത്തനങ്ങളുടെ മുഴുവൻ വിവരങ്ങൾ, യേശുക്രിസ്തുവിനാൽ സൗഖ്യമായ സ്വതന്ത്രരായ അസംഖ്യം അത്ഭുത സാക്ഷ്യങ്ങൾ, 24/7 HF TV തുടങ്ങി ഒട്ടേറെ പുതുമകളുമായി കൂടുതൽ യൂസർ ഫ്രണ്ട്ലി വെബ്സൈറ്റ്. സ്വർഗീയ വിരുന്നിന്റെ നവീകരിച്ച വെബ്സൈറ്റ് സന്ദർശിക്കുക theheavenlyfeast.org. ശാപവും ഒഴുകി ദൂരെയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ, യേശുവിൻ